Good morning, students. Good morning. കേൾക്കുന്നുണ്ടോ? Good morning, sir. Morning, sir. Okay. sir. Good morning, everyone. നമ്മളൊന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബയോളജിയിലെ സോളജി പാർട്ടായിട്ടുള്ള ദ ലിവിങ് വേൾഡ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്നതും തിയറി എക്സാമിന് വെയിറ്റേജ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മാർക്കുകൾ വരുന്നതുമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. നമുക്ക് ഈ ചാപ്റ്ററിൽ 4 സെഷനായിട്ടാണ് ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്ന്, എന്താണ് ലൈഫ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. 2, ബയോഡൈവേഴ്സിറ്റി, ടാക്സോണമി, ബൈനോമിയൽ നോമൻക്ലേച്ചർ. 3, ടാക്സോണമിക്കൽ ഹയറാർക്കി. പിന്നെ ഒന്ന് ടാക്സോണമിക്കൽ എയ്ഡ്സ്. എന്നിങ്ങനെ 4 സെഷനായിട്ടാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതായത് നമ്മളെ തിയറി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് ഈ ചാപ്റ്റർ സെറ്റാക്കിക്കോളാം. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ചാപ്റ്റർ നെയിം ദ ലിവിങ് വേൾഡ് എന്നാണ്. ഇതൊരു സോളജി പാർട്ടാണ്. നമുക്ക് ബയോളജിയിൽ 22 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ നെയിം ദ ലിവിങ് വേൾഡ് എന്നാണ്. ദ ലിവിങ് വേൾഡ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ലൈഫ് എന്നാണ്. എന്താ ലൈഫ്, ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പറയാമോ മക്കളെ? വാട്ട് ഡു യു മീൻ ബൈ ലൈഫ്? അറിയോ? ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. Yes, sir. വാട്ട് ഡു യു മീൻ ബൈ ലൈഫ്? ലൈഫ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കാം. ലൈഫ് എന്ന് പറഞ്ഞാൽ യുണീക്ക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾ. യുണീക്ക് കോംപ്ലക്സ്, അത് ഡെഫിനേഷൻ എഴുതിയെടുക്കുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യുണീക്ക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് that expresses itself through chemical reactions which lead to growth, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, അഡാപ്റ്റേഷൻ, റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതാണ് ഒരു ലൈഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എല്ലാവരും നോട്ട് എഴുതിയെടുക്കുക. അതായത് ഒരുപാട് മോളിക്യൂളുകൾ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് മോളിക്യൂളുകൾ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ് എന്ന് വേണ്ട ഒരുപാട് മോളിക്യൂളുകൾ അതിൻ്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യുകയാണ്. ആ മോളിക്യൂൾസിന് സ്വഭാവം എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ചില കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ട്. അപ്പോൾ കുറേ മോളിക്യൂളുകളുണ്ട്. ഈ മോളിക്യൂളുകളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട്, ഒരു രാസപ്രവർത്തനം നടന്നതിൻ്റെ ഫലമായിട്ട് ഈ എന്താ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? വളർച്ച ഉണ്ടാകുന്നു, ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അതായത് ഒരു അഡാപ്റ്റേഷൻ മീൻസ് നമുക്കറിയാം ആ ഓർഗാനിസം അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ സഹായിക്കുന്നു.
ഇഴകിച്ചേരുക അല്ലെങ്കിൽ ഇണങ്ങിച്ചേരുക എന്നൊക്കെ പറയും. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുക. പിന്നെ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് ഈ ഡെഫിനിഷനിൽ ഓർക്കേണ്ടത്. ഒന്ന്, ഒരുപാട് മോളിക്യൂളുകൾ കൂടിച്ചേരുന്നു. 2, അതിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. 3, അതിൻ്റെ റിസൾട്ടാണ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അഡാപ്റ്റേഷൻ, റീപ്രൊഡക്ഷൻ എന്നിങ്ങനെ 3 പോയിൻ്റാണ് ഈ ലൈഫിൻ്റെ ഡെഫിനിഷനിൽ വരിക. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോളിക്യൂളുകൾ കൂടിച്ചേർന്ന് അതിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിൻ്റെ ഫലമായിട്ട് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അഡാപ്റ്റേഷൻ, റീപ്രൊഡക്ഷൻ. കിട്ടിയോ? Yes, sir. മനസ്സിലായോ മക്കളെ? Yes, sir. Yes, sir. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. എന്തൊക്കെയാണ് ഒരു ലിവിങ് തിങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ജീവനുള്ള ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്? എന്തായിരിക്കും മക്കളെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം? ഒന്നും അറിയില്ല, ജീവനുള്ള വസ്തുവിനെ കുറിച്ച് ഒരു ഫീച്ചർ നിങ്ങൾക്ക് അറിയില്ല. മൂവ്മെന്റ് ഉണ്ടാവും. മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ They are heterotrophs. ഹെറ്ററോട്രോപ്സുകൾ അങ്ങനെ പറയാൻ പറ്റില്ല. പ്ലാന്റുകൾ ലിവിങ് ഓർഗാനിസം അല്ലേ, ഓട്ടോട്രോപ്സ് അല്ലേ? പിന്നെയോ? ഫുഡ് വേണ്ടി വരും. ഫുഡ് വേണം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. ലിവിങ് തിങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് ഗ്രോത്ത് ആണ്, വളർച്ച വേണം എന്ന് പറയും. 2, റീപ്രൊഡക്ഷൻ എന്നാണ് പറയാം, റീപ്രൊഡക്ഷൻ. 3, നോക്കാം, മെറ്റബോളിസം എന്ന് പറയും. 4, കോൺഷ്യസ്നസ് എന്ന് പറയും. 5, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നും പറയും. ഇത്രയും കാര്യങ്ങളുണ്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചറിൽ. നോക്കാം, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, കോൺഷ്യസ്നസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇതൊക്കെ ലിവിങ് തിങ്സിന്റെ ഫീച്ചറാണ്, ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചറിൽ പെട്ടതാണ്. അല്ല, ആദ്യം ഞാൻ പറയുന്നു ഗ്രോത്ത് എന്താ നോക്കാം. ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത്, ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച എന്നാണല്ലോ പറയാം. ഈ ഗ്രോത്തിന് 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന്, ഇൻക്രീസ് ഇൻ മാസ് എന്ന് പറയും, മാസ് കൂടുക എന്ന് പറയും. ഇൻക്രീസ് ഇൻ മാസ്, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക, അതിന്റെ കണ്ടന്റ് കൂടുക എന്നൊക്കെ നമുക്ക് പറയാം. മറ്റൊന്ന്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഞാൻ തരാം. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു സെക്കൻഡ്, മുന്നേ എഴുതി കഴിയാത്തവരുണ്ട്, എഴുതാത്തവർ എഴുതിക്കോളാം. ലിവിങ് തിങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് വളർച്ചയാണ്, മറ്റൊന്ന് റീപ്രൊഡക്ഷൻ ആണ്, മറ്റൊന്ന് മെറ്റബോളിസം ആണ്, മറ്റൊന്ന് കോൺഷ്യസ്നസ് ആണ്, പിന്നെ ഒന്ന് സെല്ലുലാർ ഓർഗനൈസേഷൻ. ആദ്യം ഇത് എഴുതിയെടുക്കും. കഴിഞ്ഞല്ലേ? കഴിഞ്ഞ കുട്ടികളെ? Yes, sir. ഇനി അടുത്തത് നമ്മൾ ഗ്രോത്തിന്റെ ഡെഫിനേഷൻ ആണ്. ഒന്ന്, സെല്ലിന്റെ അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ഇൻ മാസ് കൂടുക, കണ്ടന്റ് കൂടുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഒന്ന്, സെല്ലിന്റെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൂടുക, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതും ഗ്രോത്ത് തന്നെയാണ്. ഇൻക്രീസ് ഇൻ മാസ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് മാസ് കൂടുന്നു, മറ്റൊന്ന് ഇൻഡിവിജ്വലിന്റെ നമ്പർ കൂടുന്നു. ഇതാണ് ഗ്രോത്ത്. ഇൻക്രീസ് ഇൻ മാസ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ അല്ലേ? Yes, sir. എന്ന് നമ്മൾ പറയുന്നത്
ഈ രണ്ട് കാര്യമാണ് ഗ്രോത്തിന് ഡെഫിനിഷൻ. പ്ലാന്റുകളിലെ വളർച്ച എന്ന് പറയുന്നത് ഇൻ പ്ലാന്റ്സ് ഗ്രോ കണ്ടിന്യൂസ്ലി എന്ന് പറയും ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റുകളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ജീവിച്ചിരിക്കുന്ന കാലയളവ് മൊത്തം അത് വളരും. ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ബാനിയൻ ട്രീ കണ്ടില്ല, ആൽമരമൊക്കെ ജീവിച്ചിരിക്കുന്നത് ഏകദേശം ഒരു 400 വർഷമൊക്കെ നിൽക്കുന്ന ചെടികളുണ്ട്. 400 വർഷം 400 years ഒക്കെ ജീവിക്കുന്ന ആൽമരമുണ്ട്. അപ്പോൾ ഈ ആൽമരത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ജീവിത കാലയളവ് ഉടനീളം അത് വളരും. പ്ലാന്റ് ഗ്രോ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. ഇനി അനിമൽസിനാണെങ്കിലോ, ഇൻ അനിമൽസ് ഗ്രോത്ത് ടേക്സ് പ്ലേസ് അപ് ടു സർട്ടൈൻ ഏജ്. അനിമൽസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഏജ് വരെ ഉള്ളൂ. ഗ്രോത്ത് ടേക്സ് പ്ലേസ് അപ് ടു സർട്ടൈൻ ഏജ്. നിശ്ചിത വയസ്സ് വരെ മാത്രമേ വളരുള്ളൂ. ഒരു നിശ്ചിത വയസ്സ് വരെ മാത്രമേ അനിമൽസിൽ ഗ്രോത്ത് നടക്കുള്ളൂ. പ്ലാന്റുകളിൽ ഗ്രോത്ത് ലൈഫ് സ്പാന് ഉടനീളം ഉണ്ടാവും. അനിമൽസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സർട്ടൈൻ ഏജ് വരെ മാത്രമേ ഉള്ളൂ. കുറച്ച് കാലയളവ് വരെ മാത്രമേ അനിമൽസിൽ വളരുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ മനുഷ്യരെ കാണുക നോക്കിയാൽ ഒരു 20 വയസ്സ് വരെയൊക്കെ 22 വയസ്സ് വരെയൊക്കെ വളരുള്ളൂ. പിന്നെ വളർച്ച ഉണ്ടാവില്ല, ഒരു ഡെവലപ്മെൻറ്റാണ് നടക്കണേ. ഇവിടെ പറയുന്നുണ്ട് പ്ലാന്റ്സ് ഗ്രോ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഇൻ അനിമൽസ് ഗ്രോത്ത് ടേക്സ് പ്ലേസ് അപ് ടു സർട്ടൈൻ ഏജ്. എഴുതി കഴിഞ്ഞു വിശ്വസിക്കുന്നു. കഴിഞ്ഞില്ല മക്കളെ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ. ലിവിങ് തിങ്സ് അല്ലാത്തവരും വളരാറുണ്ട്. നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ. നമ്മൾ പറയാണ് ജീവനില്ലാത്ത വസ്തുക്കളും വളരുന്നുണ്ട് എന്നാ പറയാം. എങ്ങനെയാ നോക്കാം. ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ്. ചില വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടിയിട്ട് നോൺ ലിവിങ് തിങ്സും വളരുന്ന പറയാം. ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ്. ചില വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടിയിട്ട് നോൺ ലിവിങ് തിങ്സും വളരും. മല, മൗണ്ടെയിൻ എന്ന് പറയുന്നത്. മൗണ്ടെയിൻ എന്ന് പറയുന്നത് കുറേ പൊടി അല്ലേ, അല്ലെങ്കിൽ ഓരോ വർഷം നിങ്ങൾ ഓരോ വർഷം ഓരോ മലകളുടെ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഈ വർഷം കിട്ടുന്ന ഹൈറ്റ് ആയിരിക്കില്ല അടുത്ത വർഷം കിട്ടുക, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ കിട്ടുക. കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാവും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വസ്തുക്കളൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് കട്ടിയായിട്ട് അത് മലയായിട്ട് അങ്ങനെ നിൽക്കുക ചെയ്യാം. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മരുഭൂമിയിൽ കണ്ടിട്ടുണ്ടാവും, കാറ്റ് വരുമ്പോൾ മണലിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിടും. അപ്പോൾ ആ ഭാഗത്ത് വലിയ കുന്നുപോലെ കിടക്കും. മനസ്സിലായോ? അപ്പോൾ അതും വളർച്ച തന്നെയല്ലേ. എങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് വി ആർ കൺസിഡറിങ് ഇൻക്രീസ് ഇൻ മാസ് ആസ് ദ ക്രൈറ്റീരിയ, നമ്മൾ ഇൻക്രീസ് ഇൻ മാസ് എന്നുള്ള കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു മാസ് കൂടുക എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കൂടുക എന്നാണ്. അപ്പോൾ കണ്ടന്റ് കൂടുക എന്നുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സും വളരും. എങ്ങനെയാ? ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ. എക്സാമ്പിൾ എന്താണെന്നറിയോ? മൗണ്ടെയിൻസ്. എക്സാമ്പിൾ മൗണ്ടെയിൻസ്, മലകൾ, സാൻഡ് മൗണ്ട്സ്. സാൻഡ് മൗണ്ട്സ്, മല, അതുപോലെ തന്നെ സാൻഡ് മൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മരുഭൂമിയിലുള്ള മണലുകളെ കുറിച്ചാണ് പറയുന്നത്. കുന്നുകൂട്ടിയിടുന്നതിനെയാണ് സാൻഡ് മൗണ്ട്സ് പറയുക. അപ്പോൾ ഇവരൊക്കെ വളരുന്നുണ്ട്. എങ്ങനെയാണ് വളരുന്നത്? വസ്തുക്കളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഇവരും വളരുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ എന്താണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് മൗണ്ടെയിൻസ്, സാൻഡ് മൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഗ്രോത്ത് ഈസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല, ഇറ്റ്സ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാ ജീവനുള്ള ഓർഗാനിസത്തിന് മാത്രമേ വളർച്ചയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്നാ പറഞ്ഞത്. അതാണ് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഗ്രോത്ത് ഈസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ജീവനില്ലാത്ത വസ്തുക്കളും വളരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഗ്രോത്തിന്റെ ഒരു ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ മാസും ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസും ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയുകയാണെ അനിമൽസിൽ ഗ്രോത്ത് നടക്കുന്നത് എക്സ്റ്റൻസീവ് ഗ്രോത്ത് ആണ്. ഇൻ അനിമൽസ് ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഫ്രം ഇൻസൈഡ് എന്ന് പറയാം കേട്ടോ. ഗ്രോത്ത് നടക്കുന്നത് ബോഡിയുടെ ഉള്ളിൽ നിന്നാണ്. ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഇൻസൈഡ്, ഫ്രം ഇൻസൈഡ്, ബോഡിയുടെ ഉള്ളിൽ നിന്നാണ് ഗ്രോത്ത് നടക്കുന്നത്. അനിമൽസിൽ ഗ്രോത്ത് നടക്കുന്നത് ബോഡിയുടെ ഉള്ളിൽ നിന്നാണ്. ഇനി ഇൻ പ്ലാന്റ്സുകളിൽ ഗ്രോത്ത് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറയാം കേട്ടോ. അനിമൽസ് ആൻഡ് അല്ലെങ്കിൽ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാലും മതി. സോറി, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കൊടുത്തോളൂ. അനിമൽസ് ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഫ്രം ഇൻസൈഡ്. നമ്മൾ പറയാം നോൺ ലിവിങ് തിങ്സിൽ എങ്ങനെ ഗ്രോത്ത് നടക്കുന്നത്? ഇൻ നോൺ ലിവിങ് തിങ്സ് ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഫ്രം ഔട്ട്സൈഡ്. നോൺ ലിവിങ് തിങ്സിൽ ഗ്രോത്ത് നടക്കുന്നത് ഔട്ട്സൈഡിലാണ്. ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഫ്രം ഔട്ട്സൈഡ്. ബോഡിയുടെ പുറമെ നിന്നാണ് ഗ്രോത്ത് നടക്കുന്നത് നോൺ ലിവിങ് തിങ്സിൽ. ലിവിങ് തിങ്സിൽ ഗ്രോത്ത് നടക്കുന്നത് ബോഡിയുടെ ഉള്ളിൽ നിന്നും. നോൺ ലിവിങ് തിങ്സിൽ ഗ്രോത്ത് നടക്കുന്നത് എങ്ങനെയാണ്? പുറമെ നിന്നുമാണ്. കാരണം എന്താ? വസ്തുക്കളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടല്ലേ വരിക. മനുഷ്യരിലും മൃഗങ്ങളിലും പ്ലാന്റുകളിലൊക്കെ ബോഡിയുടെ ഉള്ളിലെ സെല്ലുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് വളരുന്നത്. അപ്പോൾ ഇൻസൈഡ് ഗ്രോത്ത് ആണ് ലിവിങ് തിങ്സിൽ. നോൺ ലിവിങ് തിങ്സിൽ ഔട്ട്സൈഡ് ഗ്രോത്ത്. ഇതൊരു എൻട്രൻസ് പോയിന്റ് ആണ് കേട്ടോ. ഇത് എൻട്രൻസ് പോയിന്റ് നിങ്ങൾ EP എന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എൻട്രൻസ് പോയിന്റ് ആണ്. ഓക്കെ ആണോ? ഇതും എൻട്രൻസ് പോയിന്റ്. ഈ മുന്നിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ കോളത്തിലാക്കിയാൽ ഇത് രണ്ടും നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ഞാനിവിടെ മക്കളെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മാസ് കൂടുക, അതുപോലെ തന്നെ സെല്ലിന്റെ ഒന്ന് ഇൻക്രീസ് ഇൻ മാസും മറ്റൊന്ന് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസും ആണ്. അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആണ് ഗ്രോത്ത് എന്ന് പറയാം. പ്ലാന്റുകളിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയായിട്ട് നടക്കുന്നതാണ്. അനിമൽസിൽ ഒരു നിശ്ചിത ഏജ് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നോൺ ലിവിങ് തിങ്സും വളരുന്നുണ്ട്. ചില വസ്തുക്കളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ ഇൻക്രീസ് ഇൻ മാസ് എന്നുള്ളൊരു കാര്യം എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞു മൗണ്ടെയിൻ, സാൻഡ് മൗണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടാണ് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാനുള്ള കാരണം? ഗ്രോത്തിനെ ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല വളരുന്നത്. അതെ, ജീവനില്ലാത്ത വസ്തുക്കളും വളരുന്നത് കൊണ്ട് നമ്മളിവിടെ പറയുന്നു ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? രണ്ടാമത്തെ ഏതാ? ഗ്രോത്ത് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ. ഗ്രോത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ. നോക്കാം, ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവുക. ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് എ സിമിലർ ഫോർമേഷൻ ഓഫ് എ ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് എ സിമിലർ കൈൻഡ് ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് എ സിമിലർ കൈൻഡ്. ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കുന്ന പ്രവണതയാണ് ഫോർമേഷൻ ഓഫ്. ഉണ്ടാകുന്നു പുതിയ ഇൻഡിവിജ്വൽസുകൾ, പുതിയ ആളുകളെന്നോ അല്ലെങ്കിൽ പുതിയ ഓർഗാനിസം എന്നോ. എങ്ങനെ ഉണ്ടാവുന്നത്? ഓഫ് എ സിമിലർ കൈൻഡ്. പാരന്റിനെ പോലെ തോന്നുന്ന എന്താണ് പുതിയ ജീവികൾ ഉണ്ടാകുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഫോർമേഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് എ സിമിലർ കൈൻഡ് എന്നാണ് പറയാം. ഇനി നമ്മൾ പറയേണ്ടത് ദെയർ ഓഫ് 2 ടൈപ്സ്. റീപ്രൊഡക്ഷൻ 2 തരത്തിലുണ്ട്. ഏതൊക്കെയായിരിക്കും 2 തരം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതെ, 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട് മക്കളെ. ഒന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, മറ്റൊന്ന് രണ്ടാമത്തെ ഒന്ന് മക്കളെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഞാൻ പറയുന്നു
ഒരേപോലെയുള്ള ഇൻഡിവിജ്വൽസുകൾ ഫോം ചെയ്യുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണുള്ളത്, സെക്ഷുവലും ഉണ്ട് എസെക്ഷുവലും ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യം ഞാൻ എസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നു. ഇവിടെ യൂണി പാരന്റൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുക. യൂണി പാരന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരന്റ് മാത്രം മതി. എസെക്ഷുവൽ മീൻസ് യൂണി പാരന്റൽ മൾട്ടിപ്ലിക്കേഷൻ, ഒരു സിംഗിൾ പാരന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് യൂണി പാരന്റൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. യൂണി പാരന്റൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതിന് നമ്മൾ യൂണി പാരന്റൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഒരു സിംഗിൾ പാരന്റ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുകയാണെങ്കിൽ ഇതൊരു യൂണി പാരന്റൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരു സിംഗിൾ പാരന്റിൽ നിന്നുണ്ടാകുന്നതാണ്. ഇപ്പൊ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പാരന്റ് വേണമല്ലോ, മെയിലും ഫീമെയിലൊക്കെ വേണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഒരു ഓർഗാനിസം മാത്രം മതി, അതിൽ നിന്നാണ് പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് യൂണി എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ചില എക്സാമ്പിൾസുകളൊക്കെ നമുക്കിവിടെ പഠിക്കാം കേട്ടോ. ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഫംഗൈ എന്ന് കേട്ടിട്ടുണ്ടോ? ഫംഗസ്, പൂപ്പൽ. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്തത് റീപ്രൊഡ്യൂസ് ബൈ എസെക്ഷൽ സ്പോറുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഫംഗസിനെ കുറിച്ച് പറയുമ്പോൾ പറയും ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് സ്പോർ ഉണ്ടാക്കിക്കൊണ്ട്. അതുപോലെ ഈസ്റ്റ് ഹൈഡ്ര നോക്കണേ, ഈസ്റ്റ് ഹൈഡ്ര റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ്ഡിങ് വഴിയാണ്. ഈസ്റ്റും ഹൈഡ്രയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ്ഡിങ് വഴിയാണ്. ഇനി അതേപോലെ പ്ലനേറിയ എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് റീജനറേഷൻ വഴിയാണ്. ഇതൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, റീജനറേഷൻ. പിന്നെ ചില ഫംഗായി ചിലത് മുന്നേ പറഞ്ഞിരുന്നല്ലോ സെക്ഷൽ സ്പോർ. അതുപോലെ ചില ഫിലമെന്റസ് ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പായൽ എന്നൊക്കെ പറയും, ഫിലമെന്റസ് ആൽഗെ. പിന്നെ മോസുകൾ, പ്രോട്ടോനേമ ഓഫ് മോസസിന് രണ്ട് സ്റ്റേജ് ഉണ്ട്. ഒന്ന് പ്രോട്ടോനേമ എന്ന് പറഞ്ഞ സ്റ്റേജ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ബോട്ടണിയിൽ പഠിക്കും കേട്ടോ. അപ്പൊ ഇത് പ്രോട്ടോനേമ, PROTONEMA എന്നാ പറയാം. പ്രോട്ടോനേമ ഓഫ് മോസസ്. ഇവരൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ബോഡി ചെറുതാക്കി മുറിഞ്ഞ ഭാഗത്ത് നിന്ന് പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നതാണ് ഇവർ. അതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഇതും എൻട്രൻസ് പോയിന്റ് ആണ്. ഇത്രയും നമുക്കിത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്ന എൻട്രൻസ് പോയിന്റുകൾ. ഇത് എൻട്രൻസ് പോയിന്റ് ആണ്. ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എസെക്ഷൽ സ്പോറുകൾ വഴി, ഈസ്റ്റ് ഹൈഡ്ര റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ്ഡിങ് വഴി, പ്ലനേറിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് റീജനറേഷൻ വഴി. ഇനി ഫംഗസ്, ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോനേമ ഓഫ് മോസസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഓക്കെ ആണോ മക്കളെ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അടുത്തത് നമ്മൾ പറയുന്നതാണ്, അതായത് സം ഓർഗാനിസംസ് ലൈക്ക്, ഇതും എൻട്രൻസ് പോയിന്റാണ്. സം ഓർഗാനിസംസ് ലൈക്ക് എഴുതിയിട്ടില്ല. ഓക്കെ, എഴുതും. നമുക്ക് അടുത്തേക്ക് പോകാം കേട്ടോ. കഴിഞ്ഞാൽ പറയാം. കഴിഞ്ഞോ? ഫംഗൈ, ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോനേമ ഓഫ് മോസസ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴി. ഓരോ ഓർഗാനിസത്തിന്റെയും റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്, ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് വരാം. അതായത് സം ഓർഗാനിസംസ് ലൈക്ക്, ചില ഓർഗാനിസം ഉണ്ട് ലൈക്ക് മ്യൂൾ. കേട്ടിട്ടുണ്ടോ? മ്യൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? കോവർ കഴുത എന്ന് പറയും. കുതിരയും
കഴുതേനെ കൊണ്ട് മേറ്റ് ചെയ്തിച്ചാൽ ഉണ്ടാകുന്ന ഒന്നാണ് മ്യൂള്. പിന്നെ വർക്കർ ബി, വർക്കർ ബി തൊഴിലാളി വർഗത്തിൽപ്പെട്ട തേനീച്ചകൾ, വർക്കർ ബി, മ്യൂൾ, വർക്കർ ബി. അതുപോലെ തന്നെ ഇൻഫെർട്ടൈൽ കപ്പിൾസ്, കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവും. ചില ആളുകൾക്ക് എത്രയോ കാലങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ മ്യൂള്, വർക്കർ ബി, ഇൻഫെർട്ടൈൽ കപ്പിൾ, ദേ കനോട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ്. ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്താലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ദേ കനോട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ്. ഏബിൾ ടു റീപ്രൊഡ്യൂസ്, റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ദേ കനോട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ്. ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മ്യൂള്, വർക്കർ ബി, ഇൻഫെർട്ടൈൽ കപ്പിൾസിനൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ ഈസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല എല്ലാ ജീവനുള്ള ഓർഗാൻസിനും റീപ്രൊഡക്ഷൻ നടക്കുന്നത് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ മ്യൂള്, വർക്കർ ബി, ഇൻഫെർട്ടൈൽ കപ്പിൾസ് ഒന്നും നടക്കുന്നില്ല. സോ റീപ്രൊഡക്ഷൻ ഇസ് എ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നാ പറയാം. നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? Yes, sir. ഇതൊരു നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. കാരണം ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ്സിൽ നടക്കുന്നുണ്ട്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. കാരണം മ്യൂള്, വർക്കർ ബി, ഇൻഫെർട്ടൈൽ കപ്പിൾസിനൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ അതും പറയുന്നു നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന്. ഓക്കെ ആണോ? Yes, sir. ശരിക്കും പഠിക്കാട്ടോ. പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഒന്ന് രണ്ടൊന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞോ? Yes, sir. ഓക്കെ. ഇനി മൂന്നാമത്തെ ഏതായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രോത്ത് കഴിഞ്ഞു, റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ലിവിങ് തിങ്സിന്റെ ഫീച്ചർ എന്താ? Metabolism. മെറ്റബോളിസം. യെസ്, മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി. ആദ്യം എഴുതിയെടുക്കുക. സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് takes place in the body. ബോഡിയിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റിയാക്ഷനെയും നമ്മൾ പറയുന്നത് മെറ്റബോളിസം എന്നാണ്. സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി. ശരീരത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റിയാക്ഷനെയും നമ്മൾ പറയുന്നത് മെറ്റബോളിസം എന്നാണ്. ബോഡിയിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റിയാക്ഷനെയും നമ്മൾ പറയുന്നത് മെറ്റബോളിസം എന്നാ പറയാം. മനസ്സിലായോ? ചെറുതും വലുതുമായിട്ടുള്ള എന്ത് റിയാക്ഷൻ ബോഡിയിൽ നടന്നാലും അതിന് നമ്മൾ മെറ്റബോളിസം എന്നാ പറയാം. അത് രണ്ട് തരത്തിലുണ്ട് മെറ്റബോളിസം. ദർ 2 types. ഒന്ന് ആനബോളിസം എന്ന് പറയും. ആനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് പ്രോസസ്സാണ്. ചെറിയ വസ്തുക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ട് വലിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് ആനബോളിസം എന്ന് പറയും. ഇതിന് നമ്മൾ ബിൽഡിംഗ് അപ്പ് പ്രോസസ് എന്നാ പറയാം. ബിൽഡിംഗ് അപ്പ് പ്രോസസ്, ചെറിയ വസ്തുക്കളൊക്കെ കൂടി ചേർന്നുകൊണ്ട് വലിയ വസ്തുക്കൾ ഉണ്ടാവുക. ഓക്കെ, ഇതിന് ആനബോളിസം എന്ന് പറയും. അടുത്ത് കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സാണ്. ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സാണ് കാറ്റബോളിസം. ആനബോളിസം ബിൽഡിംഗ് അപ്പ് പ്രോസസ്സാണ്. കാറ്റബോളിസം ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സാണ്. ഓക്കെ ആണോ?
അതായത് വലിയ വസ്തുക്കൾ, ചെറിയ വസ്തുക്കളിൽ നിന്ന് വലിയ വസ്തുക്കൾ ഉണ്ടാകുന്ന ആന എന്ന് ഓർത്താൽ മതി, വലുതല്ലേ. മറ്റേ ക്യാറ്റ് എന്ന് ഓർത്താൽ മതി, പൂച്ച ചെറുതല്ലേ. നമ്മൾ ജസ്റ്റ് നോർത്തിരുന്നാൽ മതി. ആനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യാം, ചെറിയ ചെറിയ വസ്തുക്കൾ കൊണ്ട് വലിയ വസ്തു ഉണ്ടാവും. കാറ്റബോളിസം അങ്ങനെയല്ല, വലിയ വസ്തുക്കളൊക്കെ ചെറിയ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ വസ്തുക്കളാവാം. ഇത് ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. കാരണം ഇത് ലിവിങ് തിങ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു മെക്കാനിസം നടക്കുന്നത് ലിവിങ് തിങ്സിൽ മാത്രമാണ്. സോ ഇറ്റ്സ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. സോ മെറ്റബോളിസം ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു, ബോഡിയിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റിയാക്ഷനെയും നമ്മൾ പറയും മെറ്റബോളിസം എന്ന് പറയും. മെറ്റബോളിസം രണ്ട് തരത്തില്, ആനബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. ആനബോളിസം ബിൽഡിംഗ് എ പ്രോസസ് ആണെങ്കിൽ കാറ്റബോളിസം ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ് ആണ്. മാത്രമല്ല മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? റിഷ്ല, അലീന, അന ഹാരിസ്, ചൈതന്യ, ദേവതീർത്ഥ, നിഹല, അൻസിയ, നയന, ഹന്ന, ഷിഫ, ലക്ഷ്മി എന്ന് റെസ്പോണ്ട് ചെയ്തേ. മിന്ന, അഹല്യ, ഫാത്തിമ, ഹെന്ന, ഹസ്ന, നദ, സഫ, ഷാമിൽ ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അടുത്തത് നമ്മൾ പറയുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയും. അടുത്ത് നമുക്ക് പറയാവുന്ന ഒന്നാണ് കോൺഷ്യസ്നെസ്. അടുത്തൊരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് കോൺഷ്യസ്നെസ് ആണ്. അതായത് എബിലിറ്റി ടു സെൻസ് ദർ സറൗണ്ടിങ് ആൻഡ് റെസ്പോണ്ട് ടു ദ സ്റ്റിമുലൈ. ഈ രണ്ട് കാര്യങ്ങളാണ്, എബിലിറ്റി ടു സെൻസ് ദർ സറൗണ്ടിങ്സ്. ഒരു ഓർഗാനിസത്തിന് അതിന്റെ ചുറ്റുപാടിനെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കുക. എബിലിറ്റി ടു സെൻസ് ദർ സറൗണ്ടിങ്സ് ആൻഡ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ and respond to stimuli and respond to stimuli and respond to stimuli ആണ്. നോക്കാം, ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ കഴിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. നമ്മൾ ചൂടെടുക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ നിന്ന് വിയർക്കുന്നുണ്ട് അല്ലേ? അത് നമുക്ക് ചൂട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ ആരെങ്കിലും ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് കോൺഷ്യസ്നെസ് ആണ്. ഇനി പ്ലാന്റുകളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. സൂര്യനുള്ള ഭാഗത്തേക്ക് പ്ലാന്റിന്റെ വളർച്ച കണ്ടിട്ടില്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റൂമിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ പോട്ടഡ് പ്ലാന്റ് വെച്ചാൽ ആ പ്ലാന്റ് വളരും. എങ്ങോട്ടേക്കെന്നറിയോ? സൂര്യപ്രകാശത്തിന് നേരെ. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നുണ്ട്, ഏതറിയോ, ചില ഓർഗാൻസിൽ അങ്ങനെ വളർച്ച, അതായത് റൂട്ട്, നിങ്ങളിപ്പോൾ എങ്ങനെ ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാലും അതിന്റെ വേര് മണ്ണിലേക്ക് തന്നെ പോവുള്ളൂ അല്ലെ? അപ്പൊ അത് കോൺഷ്യസ്നെസ് ആണ്. എബിലിറ്റി ടു സെൻസ് ദർ സറൗണ്ടിങ് ആൻഡ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ ആണ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഇനി നമുക്കിവിടെ പറയാവുന്നതാണ്, ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ രണ്ട് ഡിഫൈനിങ് പ്രോപ്പർട്ടിയും രണ്ട് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഇതിനോടൊക്കെ പറഞ്ഞു. എല്ലാ ലിവിങ് തിങ്സിലും കാണാവുന്ന ഒന്നാണ്. ഇത് ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഇതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇനി ഞാൻ അടുത്ത് പറയാണ്, ഹ്യൂമൻ ബീങ്, മനുഷ്യരെന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ് ഈസ് ദ ഓൺലി organism. Human being is the only organism who is aware of himself, who is aware of himself or herself.
Human being is the only organism who is aware of himself or herself and have self-consciousness. സ്വയം ബോധമുള്ളത്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ പെരുമാറണം, ഞാൻ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ബോധമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. അപ്പോൾ സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പ്ലാന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അനിമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അതൊക്കെ കോൺഷ്യസ്നസ് ആണ്. പക്ഷേ സെൽഫ് കോൺഷ്യസ്നസ്, സ്വയം ബോധം എന്ന് പറയുന്നത് ലിവിങ് തിങ്സിൽ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതൊരു എൻട്രൻസ് പോയിന്റ് ആണ്. ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമാണ് സെൽഫ് കോൺഷ്യസ്നസ് ഉള്ളൂ എന്നുള്ളത്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഓർഗാനിസത്തിന് അതിന് ചുറ്റുപാടുമായിട്ട് അറിയുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയൊക്കെ കോൺഷ്യസ്നസ് എന്ന് പറയും. മനുഷ്യരെന്ന് പറയുന്നവർക്ക് മാത്രമാണ് സെൽഫായിട്ടൊരു കോൺഷ്യസ്നസ് ഉള്ളൂ എന്ന് പറയും. ചെറിയൊരു ഭാഗമാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മൾ അടുത്ത് പറയുന്നുണ്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all living organisms are made up of cells. എല്ലാ ജീവനുള്ള ഓർഗാനിസം ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളെ കൊണ്ടാണ്. all living organisms are made up of cells. ഓക്കെ ആണോ? എല്ലാ ജീവനുള്ള ഓർഗാനിസം ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുകളെ കൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. all living organisms are made up of cells. So it is a defining property ആണ്. ഇതും ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും സെല്ലുകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്നത് ഇറ്റ്സ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 5 ഫീച്ചറാണ് ഒരു ലിവിങ് തിങ്സിനുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം. കണ്ടോ? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, കോൺഷ്യസ്നസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ. ഗ്രോത്തിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മാസ് കൂടുക, ഇൻഡിവിജ്വൽ നമ്പർ കൂടുക. പ്ലാന്റുകളിൽ ഗ്രോത്ത് തുടർച്ചയായിട്ട് നടക്കുന്നു. അനിമൽസിൽ ഗ്രോത്ത് ഒരു നിശ്ചിത ഏജ് വരെ ഉണ്ടാവുള്ളൂ. പ്ലാന്റുകളിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് പുറമെ, അനിമൽസിലും പ്ലാന്റിലൊക്കെ ഗ്രോത്ത് ഉള്ളിൽ നിന്നാണ്. ജീവനില്ലാത്തവയ്ക്ക് ബോഡിയുടെ പുറമെ നിന്നാണ് വളരുന്നത്. നോൺ ലിവിങ് തിങ്സുകളും വളരുന്നുണ്ട്, ചില വസ്തുക്കളൊക്കെ അടിഞ്ഞു കൂടിയിട്ട്. പിന്നെ റീപ്രൊഡക്ഷൻ എന്നാ പറയുക. പാരൻസിൽ നിന്ന് പാരന്റിനെ പോലെയുള്ള ഒരു ജനറേഷൻ ഉണ്ടാവുന്നതിന് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ചില ജീവികൾക്കൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മ്യൂൾ, വർക്കർ ബി, ഇൻഫെർട്ടൈൽ കപ്പിൾ, അവർക്കൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അതിനെ നമ്മൾ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയും. പിന്നെ ഫംഗസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എസെക്ഷൽ സ്പോർ യൂസ് ചെയ്തിട്ട്, ഈസ്റ്റ്, ഹൈഡ്ര ഒക്കെ ബഡ്ഡിങ് വഴി, പ്ലനേറിയ റീജനറേഷൻ വഴി, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടോണിമ ഓഫ് മോസ്, ആൽഗെ, പായൽ, ഇവയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ്. പിന്നെ ഞാൻ മെറ്റബോളിസം എന്ന് അറിഞ്ഞു. അതായത് ചെറുതും വലുതുമായിട്ട് ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയക്കും മെറ്റബോളിസം എന്നാ പറയാ. ആനബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ചെറിയ വസ്തുക്കളിൽ നിന്ന് വലിയ വസ്തുക്കൾ ഉണ്ടാവുക, വലിയ വസ്തുക്കളിൽ നിന്ന് ചെറിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിന് കാറ്റബോളിസം എന്നും പറയും. ഇനി കോൺഷ്യസ്നസ് എന്ന് പറയും. ഒരു ലിവിങ് ഓർഗാനിസം അതിന് ചുറ്റുപാടുമായിട്ടുള്ള ഒരു തിരിച്ചറിയുവാൻ അതിനെ കോൺഷ്യസ്നസ് എന്ന് പറയും. മനുഷ്യർക്ക് മാത്രമാണ് സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത്. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസവും സെല്ലുകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. ഇത്രയാണ് ഫീച്ചേഴ്സ്. ഇത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി ഇത് ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇത് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ആണോ? ഇത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ഇല്ല. ടെൽ മീ, ഇനി ഡൗട്ട്സ് മീൻസ് ഏതെങ്കിലും ഭാഗത്ത് സംശയമുണ്ട്, എക്സ്പ്ലനേഷൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കും. ആ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തേ, നിങ്ങൾക്ക് കുഴപ്പമില്ല, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണെന്ന് ഒരാൾ അയച്ചു. ഹന ഹാരിസ്, ഓക്കെ. അലീന, ഹംന. സർ, ആനബോളിസം കാറ്റഗറീസ് ഒന്നുകൂടിയും പറഞ്ഞു തരുമോ? ആനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ വസ്തുക്കളിൽ നിന്ന് വലിയ വസ്തുക്കൾ ഉണ്ടാവുക. നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ്, അതായത് എന്താ, പ്രകാശ സംശ്ലേഷണം അങ്ങനെ എന്തൊക്കെ പറയാറില്ലേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ എന്ന് പറയുന്ന രണ്ട് ചെറിയ വസ്തുക്കളെ കൊണ്ട് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന വസ്തു ഉണ്ടാക്കുകയാണ് പ്ലാന്റ്. അപ്പൊ അത് ബിൽഡ് ചെയ്യല്ലേ. ചെറിയ വസ്തുക്കളൊക്കെ കൂട്ടിച്ചേർത്തോണ്ട് വലിയ വസ്തു ഉണ്ടാകുന്നതിന് ആനബോളിസം എന്നാ പറയാ. കാറ്റബോളിസം അങ്ങനെയല്ല. നിങ്ങളിപ്പോ ഒരു വായയിലേക്ക് ഒരു ഭക്ഷണം ഇട്ട് ചവച്ചരച്ചാൽ അത് കാറ്റബോളിസ് ആയി. വലിയ വസ്തു ചെറുതാക്കിയില്ലേ, അപ്പൊ അത് കാറ്റബോളിസ് ആണ്. ക്ലിയർ ആയോ ചോദിച്ചാള്? ക്ലിയർ ആയി. ഓക്കെ, ഇവിടെ കുറെ പേര് അയച്ചിട്ടുണ്ട്. ഫാരിസ്, ഷിഫ, അനാമിക, അമീർ, അർച്ചന. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗം, ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഫൗണ്ട് ഓൺ എർത്ത് ആണ് ബയോഡൈവേഴ്സിറ്റി. ആരാണോ അതിനിടയ്ക്ക് പാട്ടൊക്കെ ഇട്ടിരിക്കണേ? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ദ നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത് ആണ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം എന്നൊക്കെ നമ്മൾ പറയും. നമ്പർ, കുറേ നമ്പർ നടത്തുക. നമ്പർ ആൻഡ് വെറൈറ്റി, നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഫൗണ്ട് ഓൺ എർത്ത്. Number and kind of organism found on earth. Number and kind of organism found on earth. അതായത് പല ജീവികൾ എർത്തിൽ കാണുന്നതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഫൗണ്ട് ഓൺ എർത്ത്. ഒരുപാട് ഓർഗാനിസം, പല തരത്തിലുള്ള ഓർഗാനിസം എർത്തിൽ കാണുന്നതിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. ഓക്കെ ആണോ? ജൈവ വൈവിധ്യം, ഇവിടെ കുറേ ജീവികളില്ലേ, മനുഷ്യര്, മറ്റു മൃഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ്, ചെടികൾ, പലതരത്തിലുള്ള ചെടികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന ബയോഡൈവേഴ്സിറ്റിയാണ്. ഇനി നമ്മൾ പറയുന്നു അപ്രോക്സിമേറ്റ്ലി 1.7 to 1.8 million species are there. നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ഓർഗാനിസത്തിന്റെ നമ്പർ പറയുകയാണെങ്കിൽ 1.7 തുടങ്ങി 1.8 മില്യൺ സ്പീഷീസുകളെ നമ്മൾ ഇന്ന് വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിലൊരു സ്പീഷീസാണ് മനുഷ്യർ കേട്ടോ. ഇതിലൊരു സ്പീഷീസാണ് മനുഷ്യർ. ഈ 1.7 തുടങ്ങി 1.8 മില്യൺ സ്പീഷീസാണ് എർത്തിലുള്ളത് എന്ന് പറയുമ്പോൾ എത്രയാണ് 1.7 മില്യൺ എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം എന്നറിയോ? 1.7 എന്ന് പറയുമ്പോൾ 17 ലക്ഷം, 1.8 എന്ന് പറയുമ്പോൾ 18 ലക്ഷം. 18 ലക്ഷത്തോളം സ്പീഷീസുകൾ, അല്ലെങ്കിൽ 17 ലക്ഷത്തോളം സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് മനുഷ്യരെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത്രയും സ്പീഷീസുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയണത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ബയോഡൈവേഴ്സിറ്റി എന്താന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി. വെറൈറ്റി ആൻഡ് നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസം, നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഫൗണ്ട് ഓൺ എർത്ത്. എർത്തിൽ കാണുന്ന പലതരത്തിലുള്ളതും പല രീതിയിലുള്ള ഓർഗാനിസത്തിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സോണമി എന്താണ്. ടാക്സോണമി
നോക്കുക ടാക്സോണമി. സയൻസ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒരു മിനിറ്റ്. So next one, taxonomy. Taxonomy എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സയൻസ്. നോക്കുക, ബ്രാഞ്ച് ഓഫ് സയൻസ്, സയൻസിന്റെ ഒരു ബ്രാഞ്ചാണിത്. ദ ഡീൽസ് വിത്ത്, നോക്കാം, ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് principles and procedures of classification. Branch of science that deals with the principles and procedures of classification ആണ് taxonomy എന്ന് പറയാം. Science that deals with principles and procedures of classification നമ്മൾ പറയും taxonomy എന്ന് പറയും. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇതൊരു സയൻസ് ആണ്. അത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന്, അതായത് ഒരു ഓർഗാൻസിനെ നമ്മൾ കണ്ടെത്തി അത് ഏത് ഗണത്തിൽപ്പെട്ടതാണ് എന്നുള്ളതൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പം നമുക്കറിയാവുന്നതാണ്, ഈ ലോകത്ത് ഒരുപാട് ജീവികൾ, എല്ലാത്തിനെയും കുറിച്ച് പഠിക്കൽ പോസിബിൾ അല്ല. അപ്പോൾ ഓരോ ജീവികളെയും ഓരോ ഗണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പാറ്റ എന്ന് പറയുന്ന ഒരു ഗണത്തിലാണ്. അപ്പോൾ കുറേ പാറ്റകളുണ്ട്. അതിലെല്ലാം നമ്മൾ ഒരു 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 കാറ്റഗറിയിലേക്ക് മാറ്റുന്ന രീതിക്കാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയാം. നോക്കിയത് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. അത് ഡീൽ ചെയ്യുന്നത് റൂൾസ്, അതാണ് പ്രിൻസിപ്പിൾ. പിന്നെ പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുക, എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുക, അതാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയാണ്, ആരാണ് ടാക്സോണമിയുടെ പിതാവ്? ലിനേയുസ്. ലിനേയുസ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടാക്സോണമി. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ലിനേയുസ് എന്ന് പറയുന്നത്. കരോളസ് ലിനേയുസ് എന്നോ ലിനേയുസ് എന്ന് വേണമെങ്കിൽ പറയാം. Linnaeus is known as is considered as the father of taxonomy. Linnaeus ആണ് ടാക്സോണമിയുടെ പിതാവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയുന്നത് ലിനേയുസ് ആണ്. ഞാനിവിടെ കൊടുക്കാം, നോക്ക്. Linnaeus is known as the father of taxonomy, entrance points. അപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ടാക്സോണമി എന്ന് പറയും. ലിനേയുസ് ആണ് ടാക്സോണമിയുടെ പിതാവ്. ഇനി നമുക്ക് നോക്കാം ബേസിക് എലമെന്റ്. ഈ ടാക്സോണമിയുടെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ബേസിക് സ്റ്റെപ്സ് ഓഫ്, അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്സ് ഓഫ് ടാക്സോണമി എന്ന് നോക്കാം. ബേസിക് സ്റ്റെപ്സ് ഓഫ് ടാക്സോണമി, എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ തരംതിരിക്കുന്നത്, അത് നോക്കാം. ബേസിക് സ്റ്റെപ്സ് ഓഫ് ടാക്സോണമി 4 സ്റ്റെപ്പുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ടാക്സോണമിയിൽ 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ, കണ്ടെത്തുക. ഒന്ന് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് കൊടുക്കാം. ക്യാരക്ടറൈസേഷൻ, ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ, കണ്ടെത്തുക. ഒരു പ്രത്യേക സ്വഭാവം വെച്ചിട്ട് ഒരു ഓർഗാനിസത്തിനെ കണ്ടെത്തുക എന്നാ പറയാം. ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഇപ്പോൾ പാറ്റയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറക്കാൻ പറ്റും, ചിറകുണ്ട്, ബോഡി വെയിറ്റ് കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ആന്റിന പോലുള്ള സാധനം ഉണ്ടാവും. അപ്പൊ ക്യാരക്ടറൈസേഷൻ നമ്മൾ അതിന്റെ ഫീച്ചറുകൾ വെച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം? നോമൻക്ലേച്ചർ, പേര് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതിന് പേര് കൊടുക്കുക. അതാണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കുക എന്നാണ്. പിന്നെ മൂന്നാമത്തെ ഞാൻ പറയുന്നു, ശേഷം നമ്മൾ ഇതിനെ തരംതിരിക്കുക, ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ശേഷം നമ്മൾ ഇതിനെ തരംതിരിക്കുക ചെയ്യാം. അപ്പൊ ഇതാണ് ടാക്സോണമിയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ. ഒന്ന് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ, 2 നോമൻക്ലേച്ചർ, 3 ക്ലാസിഫിക്കേഷൻ എന്നിങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ടാക്സോണമിയുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു സ്വഭാവ രീതി വെച്ചിട്ട് നമ്മളൊരു ഓർഗാനിസത്തിനെ കണ്ടെത്തുക. പാറ്റകൾക്കെല്ലാം പറക്കാൻ പറ്റും, ജോയിന്റഡ് ആയിട്ടുള്ള ലെഗുകളാണ്. അപ്പൊ അത് നമ്മൾ പാറ്റകളെ നമ്മൾ കണ്ടെത്തി. ശേഷം ആ പാറ്റയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു പേര് കൊടുത്തു, അതാണ് നോമൻക്ലേച്ചർ. പിന്നെ നമ്മൾ അത് ഏത് ഗണത്തിലാണെന്ന് ഉൾപ്പെടുത്തി, അതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത്രയാണ് ടാക്സോണമിയുടെ
ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയും. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഞാനിപ്പോ ഈ ഒരു സെഷനിൽ, ഇപ്പൊ രണ്ടാമത്തെ സെഷനിൽ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു എന്താണ് ബയോഡൈവേഴ്സിറ്റി. പലതരത്തിലുള്ള ഓർഗാനിസം എർത്തിൽ കാണുന്നതിനെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. പിന്നെ 1.7 തുടങ്ങി 1.8 മില്യൺ സ്പീഷീസുകളാണുള്ളത്. 2, നമ്മൾ ടാക്സോണമി എന്താന്ന് പറഞ്ഞു. അതായത് ഇതൊരു ഓർഗാനിസം കണ്ടെത്താനും പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ടാക്സോണമി. ഇനി ടാക്സോണമിയുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് ടാക്സോണമിയിലുള്ളത്. വായിക്കുക, മനസ്സിലാക്കുക, സംശയം ചോദിക്കുക. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഇനി ഒരു കാര്യം കൂടെ പറയാം. എന്താണ് സിസ്റ്റമാറ്റിക്സ്? അടുത്ത് നോക്കാൻ സിസ്റ്റമാറ്റിക്സ് എന്താണെന്നുള്ള അടുത്തൊരു ടോപ്പിക്കാണ്. ഞാൻ സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് കൊടുക്കുകയാണ്, ശ്രദ്ധിക്കണം. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത്, ഇതും സയൻസ് ആണ്, ബ്രാഞ്ച് ഓഫ് സയൻസ്, അല്ലെങ്കിൽ സയൻസ് ഡീൽസ് വിത്ത്, സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് science that deals with the diversity of all organism. പലതരത്തിലുള്ള ഓർഗാനിസവും diversity of all organism and existing relationship among them, അതായത് പലതരത്തിലുള്ള ഓർഗാനിസവും അവ തമ്മിലുള്ള ബന്ധവുമാണ് റിലേഷൻഷിപ്പ് among them. അതായത് ഏതിൽ നിന്നാണ് ഒരു ഓർഗാനിസം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും കൂടെ പഠിക്കുകയാണെങ്കിൽ അതിന് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം ആൻഡ് ദെയർ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് among them. അതായത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു ചെടി നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെടി ഏതിൽ നിന്നുണ്ടായതാണ്? ഇപ്പൊ മനുഷ്യരുണ്ടായിട്ടുള്ളത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ കുരങ്ങിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഡൈവേഴ്സിറ്റി ഓഫ് ഓൾ ഓർഗാനിസം, എല്ലാ തരത്തിലുള്ള ഓർഗാനിസവും അതിൻ്റെ ഒരു റിലേഷൻഷിപ്പും ഉണ്ട്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പുമാണ് സിസ്റ്റമാറ്റിക്സ്. അതായത് ഏതിൽ നിന്നുണ്ടായി, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഏതിൽ നിന്നുണ്ടായി എന്നുള്ളത് പഠിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, സിസ്റ്റമാറ്റിക്സ് ഈസ് ഈക്വൽ ടു, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു taxonomy plus phylogeny. Taxonomy plus phylogeny എന്ന് പറയും. ടാക്സോണമിയും ഫൈലോജനിയും കൂടെ ചേരുന്നതാണ് സിസ്റ്റമാറ്റിക്സ്. അതിൽ ഫൈലോജനി എന്ന് പറയുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. ഫൈലോജനി എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. എവല്യൂഷണറി ഹിസ്റ്ററിക്കാണ് നമ്മൾ എന്ത് പറയാ, ഫൈലോജനി എന്ന് പറയാം. എവല്യൂഷണറി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, അല്ലെങ്കിൽ പാരമ്പര്യമല്ല, എന്താ പറയാ, പരിണാമം ഒക്കെ ഏതിൽ നിന്ന് പരിണമിച്ചുണ്ടായിട്ടുള്ളതാണ് ഒരു ഓർഗാനിസം എന്നുള്ളതും കൂടെ അറിയുക എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റിയും സിസ്റ്റമാറ്റിക്സും തമ്മിൽ ഒരു മാറ്റമേ ഉള്ളൂ. ബയോഡൈവേഴ്സിറ്റി പലതരത്തിലുള്ള ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാതെ, ഇനി സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഏതിൽ നിന്ന് ഓരോ ഓർഗാനിസം ഏതിൽ നിന്നുണ്ടായതാണ് എന്നുള്ളതും കൂടെ പഠിക്കുന്നതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് ഇത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പഠിച്ചിട്ട് വരിക. അടുത്ത ദിവസം ഞാൻ ഇത്രയും ചോദിച്ചിട്ടേ ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. പഠിക്കാതെ വരരുത്. എൻട്രൻസ് പോയിന്റ് ഒക്കെ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എൻട്രൻസിനും തിയറിക്കൊക്കെ. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പഠിക്കാം. Okay, thank you. Have a nice day. Bye. Thank you, sir. Thank you, sir. Thank you, sir.